മന്ത്രിമാരുടെ വകുപ്പുകളിൽ തർക്കം തുടരുകയാണ്. സാമൂഹ്യനീതി വകുപ്പില്ലാതെ തദ്ദേശ വകുപ്പ് വേണ്ടെന്ന് മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഫിഷറീസിന് പിന്നാലെ സാമൂഹ്യനീതി വകുപ്പിനെ ചൊല്ലിയും വിവാദം. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വീണ്ടും വിനേഷ്, ഗുഡ് ഈവനിങ് അഗെയിൻ. അപ്പോൾ ഈ വകുപ്പ് കാര്യത്തിൽ വീണ്ടും തർക്കം തുടരുകയാണ്. അപ്പോൾ ഇതൊരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെ അതുമായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ മണിക്കൂറുകളായി. ഉടനെങ്ങാനും തീരുമോ ഇത്? എന്തായാലും ഈ രീതിയിൽ ഘടകകക്ഷികൾക്കിടയിലെ എതിർപ്പ്, അത് മാത്രമല്ല കോൺഗ്രസിനകത്ത് തന്നെ വകുപ്പുകൾ വിഭജിച്ചതിൽ എതിർപ്പുകളുണ്ട്. ഗ്രൂപ്പുകൾ ആ രീതിയിൽ നിലപാട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. ഒപ്പം തന്നെ സഭാ പ്രതിനിധികൾക്കും അതൃപ്തിയുണ്ട് വകുപ്പുകൾ നൽകിയതിലും മന്ത്രിമാരെ നിശ്ചയിച്ചതിലും ഒക്കെ തന്നെ. അങ്ങനെ സർക്കാർ അധികാരമേറ്റു രണ്ടാം ദിനമാണിന്ന്. ഇപ്പോഴും മന്ത്രിമാരുടെ കാര്യത്തിൽ ഇപ്പോഴും അവരുടെ വകുപ്പുകൾ സംബന്ധിച്ച തർക്കങ്ങൾ പല കോണുകളിൽ നിന്നും പല രീതിയിൽ ഉയർന്നു വരികയാണ്. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, ഞാൻ ചോദിച്ചത് അത് തന്നെയാണ്. ഈ സാമൂഹ്യനീതി ഇല്ലാതെ എന്ത് തദ്ദേശ വകുപ്പെന്നാണ് ലീഗ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഈ വകുപ്പ് വിഭജനം അതൊരു വലിയ കീറാമുട്ടിയായി മുഖ്യമന്ത്രിക്ക് മുമ്പിൽ നിൽക്കുകയാണോ ഇപ്പോഴും? തീർച്ചയായും അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട്. കാരണം നമുക്കറിയാം, ഫിഷറീസിൽ തട്ടി ഇപ്പൊ തന്നെ ചർച്ചകളെല്ലാം തന്നെ വഴിമാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പ് കൂടി വേണം എന്നൊരാവശ്യം ലീഗ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ലീഗ് തന്നെയായിരുന്നു ഈ ഒരു വകുപ്പ് കൈയാളിയിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ MK മുനീർ ആയിരുന്നു മുമ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഈ സാമൂഹ്യനീതി വകുപ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് തന്നെയാണ് ലീഗ് പറയുന്നത്. കഴിഞ്ഞ തവണയാവട്ടെ R ബിന്ദു ആയിരുന്നു സാമൂഹ്യനീതി വകുപ്പിന്റെ ചുമതല കൂടി അവർക്കായി ഉണ്ടായിരുന്നത്. അതായത് ഉന്നത വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ സാമൂഹ്യനീതി വകുപ്പും അവർ തന്നെയായിരുന്നു. ഇത്തവണ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് ലഭിച്ചില്ല, പൊതുവിദ്യാഭ്യാസം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തദ്ദേശം സാമൂഹ്യനീതി വകുപ്പില്ലാതെ തദ്ദേശവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ ലീഗ് എത്തി നിൽക്കുന്നത്. ഇത് എന്തായാലും ഇതിലൊരു മാറ്റം തൽക്കാലം തങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നു. ഫിഷറീസ് വേണമെങ്കിൽ വെച്ചു മാറാം. മറ്റൊരു വകുപ്പ്, അത്രത്തോളം പ്രധാനമായ ഒരു വകുപ്പ് ലഭിക്കുകയാണെങ്കിൽ അത് അബ്ദുൽ ഗഫൂറിന് ലഭിക്കാനാണ് സാധ്യത. തദ്ദേശ വകുപ്പിൽ ഇതിനൊപ്പം തന്നെ സാമൂഹ്യനീതി വകുപ്പ് വേണം എന്നുള്ളൊരു ഉറച്ച നിലപാടാണ് ഇപ്പോഴും ലീഗ്. അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.